ഹലോ. അപ്പം ലോക ചാപ്റ്റർ 1 അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇസ് ഔട്ട്. അതിനെയും കൂടെ ഒന്ന് കാണാമെന്ന് വെച്ചു നിങ്ങളുടെ കൂടെ. അപ്പം ട്രെയിലറിലേക്ക് പോവാം. എന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ പെണ്ണെ. ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യും. പ്രശ്നങ്ങളൊന്നും പോയി ചാടരുത്. ഒരു ഫ്ലിങ്സിങ് വഴി നിന്നെ കണ്ടറിയാലൊന്നും നിനക്ക് എൻ്റെ ആവശ്യമുണ്ടോ? எங்கள் அப்பா சொல்லுவார், உலகத்தில் 2 விதமான பொம்பளைங்க இருப்பாங்கன்னு. ஒன்று நல்லவங்க, எங்கள் அம்மா மாதிரி. இன்னொன்று ഡകാറുണ്ട്. നമ്മൾ കാണുന്ന പോലെ എല്ലാ ആൾക്കാരും ഇവളാരാ എന്താ എന്നൊന്നും നമുക്ക് ശരിക്കും അറിയ പോലുമില്ല. Men deal with men. No woman needed. Understand? സാൻഡിയുടെ ഒരു ഫസ്റ്റ് മലയാളം എൻട്രി ഫിലിം ആയിരിക്കാനാണ് ചാൻസ്. പിന്നെ ബബ്ബയിലൊക്കെ ഉണ്ട്. നസ്ലിൻ ഒരു സൂപ്പർ ഹീറോ ഫിലിമാണ്. നമുക്ക് നോക്കാം. ട്രെയിലർ കട്ടൊക്കെ അടിപൊളിയാണ് ഇത്ര കണ്ടതിന് ശേഷം. പിന്നെ എഡിറ്റിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. എടുത്തു പറഞ്ഞ കിട്ടല് എഡിറ്റിംഗ്. മിത്ത്, ഐതിഹ്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കുള്ളതാണെന്നറിയാം. എന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൂപ്പര് പറയും. ട്രെയിലർ വാസ് അമേസിങ്. കിടിലൻ ട്രെയിലർ എടുത്ത് പറയണം. ഇതിൽ ഒരുപാട് ക്യാമിയോസ് ഉണ്ട്. ടോവിനോ, ആസിഫ് അലിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഫിലിമിനകത്ത്. ഒരു 6 ചാപ്റ്റർ വരുന്ന ഒരു ഫിലിമാണത്. ഫസ്റ്റത്തെ ചാപ്റ്ററാണ് ലോക ചന്ദ്രൻ, അങ്ങനെ എന്തോ ആണ്. നോക്കാം. ഈ ആക്ഷൻ ഫിലിമൊക്കെ, ഈ ഒരു ഹീറോ ഫിലിം, സൂപ്പർ ഹീറോ ഫിലിമൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് VFX-ലാണ്. അതിന് ഭയങ്കരമായിട്ടുള്ളൊരു ഡിമാൻഡിങ് കൊടുത്തേ പറ്റുള്ളൂ. ഇമ്പോർട്ടൻസും ഉറപ്പായിട്ടും വേണം, അല്ലെങ്കിൽ അതിൻ്റെ വില പോയി. ആ സൂപ്പർ ഹീറോക്കൊരു വില പോയി. ഇതിലിപ്പോൾ ട്രെയിലർ കണ്ടു വെച്ചു അത്യാവശ്യം കുഴപ്പമില്ല. ഒന്നും കാണിച്ചിട്ടില്ലല്ലോ. സിനിമ കാണുമ്പോൾ നമുക്കറിയാം എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം. VFX അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ തന്നെ പടം കയ്യിൽ നിന്ന് പോയി. എത്ര കിടല സ്റ്റോറി ആണെങ്കിലും VFX ആണ് ഇതിൻ്റെ ബാക്കി നോക്കുന്നതല്ല, എഡിറ്റിംഗ് അല്ല. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. പ്രിയദർശിനി കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നല്ലപോലെ വരട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ നസ്ലിൻ, എല്ലാവരും നസ്ലിൻ അങ്ങനെ ഇതിൽ അഭിനയിക്കാൻ വലിയ ഗുമ്മ സാധനമൊന്നും ഇല്ലെങ്കിലും കൊള്ളാം. എന്തെങ്കിലുമൊക്കെ കാണും. സൂപ്പർ ഹീറോ ഫിലിംസിൽ എന്തെങ്കിലും ഒരു ഡിമാൻഡ് ചെയ്യാതിരിക്കില്ല. നമുക്ക് എന്തായാലും നോക്കാം. സെപ്റ്റംബർ 8 റിലീസ്. സെപ്റ്റംബർ 8. ലെറ്റ്സ് സീ. ഓക്കെ.